ഹായ് എവരിവൺ, ഞാൻ ബാനർജി ഭാസ്കരൻ ഫ്രം ഓൺവേർഡ് ബിസിനസ് കൺസൾട്ടിംഗ് ആൻഡ് ട്രെയിനിങ് LLP. 2025 പുതുവർഷം. നമുക്കറിയാം, നമ്മളെല്ലാവരും പുതുവർഷത്തിൽ ഓരോരോ തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ എടുക്കുന്ന തീരുമാനങ്ങളിലേക്ക് അല്ലെങ്കിൽ അതിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു കാര്യത്തെക്കുറിച്ചുള്ള ഒരു ടിപ്പാണ് ഇന്ന് പറയുന്നത്. നമുക്കറിയാം, ഇമോഷണൽ കൺട്രോൾ എന്നുള്ളത്, ഇമോഷനുകളെ നിയന്ത്രിക്കുവാനുള്ള കഴിവ്. അപ്പോൾ ഒരു നെഗറ്റീവായ ഇമോഷൻ എന്ന് പറയുന്നത് ദേഷ്യം എന്നുള്ളതാണ്. അപ്പോൾ പലരും ഈ പുതുവർഷത്തിൽ എടുക്കുന്ന തീരുമാനത്തിൽ ഒന്നാണ്, എനിക്ക് എൻ്റെ ദേഷ്യം ഒന്ന് കുറയ്ക്കണം, ഞാൻ വലിയ ഷോർട്ട് ടെമ്പേർഡാണ്, എനിക്കതൊന്ന് മാറ്റിയെടുക്കണമെന്നുള്ളത്. അപ്പോൾ ഇതെങ്ങനെ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. നമ്മുടെ ബ്രെയിനിൽ 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് ലിംബിക് സിസ്റ്റം എന്നും മറ്റേത് പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് എന്നും പറയും. അപ്പോൾ ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഒരു ഉദാഹരണമായി പറഞ്ഞാൽ, നമ്മളൊരു ചെറിയ ഇടവഴിയിലൂടെ നടന്നു പോകുമ്പോൾ പെട്ടെന്നൊരു പാമ്പിനെ കണ്ടാൽ നമ്മൾ ചാടി മാറും, അല്ലെങ്കിൽ നമ്മൾ ശബ്ദം ഉണ്ടാക്കും. അപ്പോൾ പെട്ടെന്ന് നമ്മളെ കൊണ്ട് റിയാക്ട് ചെയ്യിപ്പിക്കുന്നത് നമ്മുടെ ലിംബിക് സിസ്റ്റമാണ്. പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്നത് നമ്മളെ കൊണ്ട് റെസ്പോണ്ടാണ് ചെയ്യിപ്പിക്കുന്നത്. അതായത് ഒന്ന് ആലോചിച്ച് ഒന്ന് തീരുമാനിച്ച് കാര്യങ്ങൾ പറയുന്നതിനെക്കുറിച്ച് അതിന് നമ്മളെ സഹായിക്കുന്നത് പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് ആണ്. ലിംബിക് സിസ്റ്റം ഇതുപോലുള്ള എമർജൻസി കാര്യങ്ങളിൽ നമ്മളെ കൊണ്ടൊരു തീരുമാനം പെട്ടെന്ന് എടുപ്പിക്കുന്നു. ഇനി ദേഷ്യത്തിന്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ, നമ്മൾ ഇന്റർ പേഴ്സണൽ റിലേഷൻഷിപ്പ്, അതായത് 2 വ്യക്തികൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നു. ആ ദേഷ്യപ്പെടുന്നതിനുള്ള കാരണം നമ്മളവിടെ റിയാക്ട് ചെയ്യുകയാണ്. നമ്മൾ സാധാരണ പറയുന്നതാണ്, ഞാൻ പെട്ടെന്ന് റിയാക്ട് ചെയ്തു. അല്ലെങ്കിൽ കുട്ടി വന്ന് ചോദിച്ചപ്പോൾ, എൻ്റെ മകൻ വന്നു അല്ലെങ്കിൽ മകൾ വന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഒന്നും ആലോചിച്ചില്ല, എനിക്ക് എൻ്റെ ദേഷ്യം വന്നു. ബിക്കോസ് ഓൾ ദീസ് തിങ്സ് ആർ റിലേറ്റഡ് ടു റിയാക്ഷൻ. അത് നമ്മുടെ ലിംബിക് സിസ്റ്റം പെട്ടെന്ന് തന്നെ വർക്ക് ഔട്ട് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഇൻസ്റ്റെഡ് ഓഫ് റിയാക്ഷൻ വി നീഡ് ടു റെസ്പോണ്ട്. അതായത് പൊതുവെ പറയാറുണ്ട്, 2 ആൾക്കാർ തമ്മിൽ സംസാരിക്കുമ്പോൾ ഓൾറെഡി I started to argue in my brain with him. ഇന്റർ പേഴ്സണൽ റിലേഷൻഷിപ്പിൽ നമ്മൾ പലപ്പോഴും റിയാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് നമ്മൾ പറയുന്നത്, എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു, ഞാൻ അങ്ങ് റിയാക്ട് ചെയ്തു എന്നുള്ളത്. സോ ദേഷ്യം എന്ന് പറയുന്നത് റിയാക്ഷനുമായി വളരെ ക്ലോസ് ആയിട്ട് റിലേറ്റഡ് ആണ്. സോ ആക്ച്വലി നമ്മളുടെ ലിംബിക് സിസ്റ്റം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. പക്ഷേ ലിംബിക് സിസ്റ്റത്തിനെ ഒഴിച്ചു മാറ്റി നിർത്താനാകത്തില്ല, കാരണം അത് വളരെ അത്യാവശ്യമാണ്. സോ നമ്മൾ ഇന്റർ പേഴ്സണൽ റിലേഷൻഷിപ്പ്, അതായത് മറ്റുള്ള ആൾക്കാരുമായിട്ടുള്ള ബന്ധങ്ങളിൽ നമ്മൾ റിയാക്ട് ചെയ്യുന്നതിന് പകരം റെസ്പോണ്ട് ചെയ്യാനായിട്ട് പരിശ്രമിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ കോപം കുറച്ച് കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ഒരു വ്യക്തിയോട് റെസ്പോണ്ട് ചെയ്യാനായിട്ട് പരിശ്രമിക്കുക. അതെങ്ങനെ സാധിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിനൊരു വലിയ വഴിയുണ്ട്. അതൊരു എളുപ്പ വഴിയാണ്. ട്രൈ ടു ലിസൺ ഫുള്ളി. നമ്മളോടൊരു വ്യക്തി വന്നൊരു കാര്യം പറയുമ്പോൾ അത് മൊത്തം അല്ലെങ്കിൽ ഫുള്ളായി കേൾക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, ദൈവം തമ്പുരാൻ നമുക്ക് 2 ചെവിയും 1 നാക്കുമാണ് തന്നിരിക്കുന്നത്, അല്ലേ? അതായത് കൂടുതൽ നീ കേൾക്കണം എന്നുള്ള ഒരു കണ്ടീഷനിലാണ് അദ്ദേഹം നമ്മളെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. സോ നല്ല ഒരു കേൾവിക്കാരനായി മാറാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ റിയാക്ഷൻ നിങ്ങൾക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. അതിലൂടെ ആ ദേഷ്യം അല്ലെങ്കിൽ കോപം, പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യം നമുക്കൊരു പരിധി വരെ മാറ്റിക്കൊണ്ടുവരാനായിട്ട് സാധിക്കുക തന്നെ ചെയ്യും. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മളുടെ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് എന്നത് നമ്മളെ കൊണ്ട് റെസ്പോണ്ട് ചെയ്യിപ്പിക്കുകയും അതേ രീതിയിൽ ലിംബിക് സിസ്റ്റം എന്നുള്ളത് നമ്മളെ കൊണ്ട് റിയാക്ട് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് 2നും അതിൻ്റേതായ ആവശ്യങ്ങളുണ്ട്. പക്ഷെ ഏത് സന്ദർഭത്തിലാണ് നമ്മളത് ഉപയോഗിക്കുന്നത് എന്നുള്ളതിനെ ആശ്രയിച്ചാണ് നമ്മളുടെ പ്രവൃത്തിയുടെ ഫലം പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് കേൾക്കാനായി ശ്രമിക്കുക. അത് നിങ്ങളുടെ കുട്ടിയായിക്കോട്ടെ, നിങ്ങളുടെ സ്പൗസ് ആയിക്കോട്ടെ, നിങ്ങളുടെ കസ്റ്റമേഴ്സ് ആയിക്കോട്ടെ, നിങ്ങളുടെ എംപ്ലോയീസ് ആയിക്കോട്ടെ, നിങ്ങളുടെ വെൻഡേഴ്സ് ആയിക്കോട്ടെ, ആരുമായിക്കോട്ടെ, അവർ പറയുന്നത് ഒന്ന് കേൾക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ആ നല്ലതുപോലെ കേൾക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി റിയാക്ഷന് പകരം നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. അതിലൂടെ നമ്മളുടെ ആ ഹൈ ലെവലിൽ നിൽക്കുന്ന ആ ഷോർട്ട് ടെമ്പർ എന്ന് പറയുന്ന സംഭവത്തെ നമുക്ക് കുറേശ്ശെയായി 2025 അവസാനമാകുമ്പോഴേക്കും കുറേശ്ശെയായി കുറച്ചുകൊണ്ടുവന്ന് പരിപൂർണമായി ഇല്ലാതാക്കാനായിട്ട് സാധിക്കുക തന്നെ ചെയ്യും. താങ്ക് യു സോ മച്ച്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ബാനർജി ഭാസ്കരൻ.